ചെടുത്തി ചെടുത്തി ആര് ചോദിച്ചാലും ഞാനില്ല വേളാങ്കണ്ണി. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ. എന്ത് പറയും? വേളാങ്കണ്ണിക്ക് പോയി. ആര് പോയി? ഞാന്. അങ്ങനെ തന്നെ പറയണം. കൊല്ലുഞ്ഞ തള്ള. ഞാൻ വേളാങ്കണ്ണിക്ക് പോയി എന്ന് പറയണം. മുതലാളി വേളാങ്കണ്ണിക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ? ഓർക്കുന്നോ? പണ്ടേ ഇപ്പൊ ഓർക്കുന്നോ? കപ്പല്ല, ബോംബ് പൊട്ടിയാലും എന്റെ ചെവി കേൾക്കത്തില്ല. അയാള് വേളാങ്കണ്ണിക്കൊന്നും പോയിട്ടില്ല സാറേ. അകത്ത് കയറി നോക്കിയാലോ? ബാധ വീണ്ടും എത്തിയല്ലോ. അയാളൊരു ബാധയല്ല ചാക്കോ. ഇതൊക്കെ അയാളെ മുമ്പിലും പിമ്പിലും കണ്ടുമുട്ടുന്നത് വെറും ആക്സിഡന്റിലും അല്ല. ഐ സ്ട്രോങ്ലി ഫീൽ that it's more than that. Yes. അമ്മച്ചി, ഇപ്പൊ ഇവിടെ നിന്നൊരാള് ലൂണേ പോയില്ലേ? അയാൾ ആരാ? മുതലാളി വേളാങ്കണ്ണിക്ക് പോയതാ. ഒരാഴ്ച കഴിഞ്ഞ് വരും. കിടക്കുന്നു. അമ്മച്ചി, അല്പം മുമ്പ് ഇവിടെ ഒരാൾ പോയില്ലേ? ലോട്ടറിക്കാരൻ. അയാൾ ആരാന്ന്? ലോട്ടറിക്കാരൻ. ലോട്ടറിക്കാരന്റെ പേരെന്താ? മത്തായി. കുഴിവെട്ടി മത്തായി. ഇവിടെ സെമിത്തേരി സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക്. അയാൾ എന്തിനാ ഇവിടെ വന്നത്? ഇടയ്ക്ക് വരും കാശ് വാങ്ങാന്. എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി? വേളാങ്കണ്ണി പോയ മുതലാളി എങ്ങനാ കാശ് കൊടുക്കുന്നത്? വേളാങ്കണ്ണിയിലെ പിടി ഇതിനായിട്ടും വിട്ടില്ലല്ലേ? ഔസേപ്പച്ചനെ കടത്തി വിട്ടും തള്ള. സർ, തപ്പിയാൽ ആളെ കിട്ടും, ഉറപ്പാ. വേണ്ട, ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും. സർ, തൽക്കാലം നമുക്ക് ഔസേപ്പച്ചനെ വിടാം. എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ പോവാം. മത്തായിയുടെ പുറകെ അല്ല, സാക്ഷാൽ സിമിത്തേരി, മാണിക്കുഞ്ഞിന്റെ കല്ലറ.